യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അൽമായർ ഇടവക തലത്തിൽ ഏതെല്ലാം രീതിയിലാണ് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് സംസാരിച്ചു, ചിന്തിച്ചു. തുടർന്ന് വരുന്ന എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത്, ഈ എപ്പിസോഡിൽ ചിന്തിക്കുന്നത് ലോക സമക്ഷം, ലോകത്തിൽ വ്യാപകമായിട്ട് അൽമായർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഈ മേഖലയിൽ, സാക്ഷ്യത്തിൻ്റെ മേഖലയിൽ ചെയ്യാൻ സാധിക്കും. ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ലോകത്തിൽ എങ്ങനെയാണ് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുക അൽമായർക്ക് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആരംഭിച്ചു. അപ്പോഴേക്കും നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കുവാൻ സമയമായി. നമുക്ക് ആ ചിന്ത ഒന്ന് തുടർന്നാൽ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അൽമായരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാക്ഷ്യത്തിൻ്റെ മേഖല വളരെ വിശാലമാണ്. അത് കുടുംബത്തിൽ, ഇടവക സമൂഹത്തിൽ, പോലെ തന്നെ വിശാലമായിട്ടുള്ള ലോകത്തിൽ എന്ന് പറയുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ ദീപവും ഭൂമിയുടെ ഉപ്പുമാണ് എന്ന ഈശോയുടെ പ്രബോധനം അതെല്ലാ വിശ്വാസികളെയൊക്കെ ബാധിക്കുന്നതാണെങ്കിൽ ശരി, അത് വിശാലമായിട്ടുള്ളൊരു ലോകത്തിൽ ദീപമായിട്ട് പ്രവർത്തിക്കാനായിട്ട് കൂടുതൽ സാധിക്കുന്നത് അൽമായർക്കാണ്. വൈദികർ, അതുപോലെ തന്നെ സമർപ്പിതർ, അവരുടെ ലോകത്തിൽ പരിമിതികളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവർ അൽമായരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന മേഖലകൾ വിപുലമായിട്ടുള്ള പ്രവർത്തന മേഖലകളാണ്. അവർ ഇടപെടുന്ന മേഖലകൾ, അവർ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അവരുടെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ആളുകൾ, അവർ പരിചയപ്പെടുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നവരുടെ എണ്ണം സമർപ്പിതരെയും അതുപോലെ തന്നെ വൈദികരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ആളുകളാണ്, വിപുലമാണ്. അപ്പം ഇങ്ങനെ അവരിടപെടുന്ന മേഖലകളിൽ, ലോകത്തിൽ ക്രിസ്തുവിന് സജീവമായിട്ട് സാക്ഷ്യം വഹിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ അൽമായർക്ക് കിട്ടും എന്നുള്ളതാണ്. അൽമായരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവർ ക്രിസ്തുവിന് ലോകത്തിൽ സാക്ഷ്യം വഹിക്കുക? അത് ക്രൈസ്തവ മൂല്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട്, മാനുഷിക മൂല്യങ്ങൾക്കും ക്രൈസ്തവ മൂല്യങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ലോകത്തിൽ സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കും. അതായത് സ്നേഹം, സാഹോദര്യം, സത്യം, നീതി, വിശുദ്ധി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ലോകത്തെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലോകത്തെ പുളിപ്പിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ പുളിമാവാണെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അപ്പോൾ ഇവരുടെ പ്രവർത്തനം, ഇവരുടെ മറ്റാളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തന രീതി, ജീവിത രീതിയും പ്രവർത്തന ശൈലിയും ഇത് ശ്രദ്ധിക്കുന്ന ആളുകൾ കാണും. ഫിലിപ്പിയർക്ക് എന്തോ ക്രൈസ്തവ മൂല്യാധിഷ്ഠിതപരമായ ജീവിതം, ക്രൈസ്തവ മൂല്യത്തിന് അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം. അപ്പോൾ ലോകത്തിൻ്റെ ഒരു ഒഴുക്കിനനുസരിച്ചല്ല, സാധാരണ ചിന്തയ്ക്കനുസരിച്ചല്ല അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർ ജീവിക്കേണ്ടത് സുവിശേഷ അധിഷ്ഠിതമായിട്ട്, മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14, പ്രത്യേകിച്ച് 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ക്രൈസ്തവരെങ്ങനെ ഭൂമിയിൽ ലോകത്ത് ജീവിക്കണമെന്ന് പൗലോസ്ലീഹ ഉപദേശിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രത ഉള്ളതുമായ തലമുറയുടെ ഇടയിൽ
കുറ്റമറ്റ ദൈവമക്കളാകട്ടെ, അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. വഴിപിഴച്ചതും വക്രയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ, അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. എത്ര മനോഹരമായിട്ടാണ് സഭയുടെ ദൗത്യം. അപ്പോൾ ഇങ്ങനെ കുറ്റമറ്റ വിധം ജീവിച്ചുകൊണ്ടാണ് ദൈവമക്കൾ എന്നുള്ള നിലയിൽ കുറ്റമറ്റ വിധം ജീവിച്ചുകൊണ്ട് വെളിച്ചമായി തീരട്ടെ. ഈ സന്ദേശം അച്ഛൻ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് അതിനേക്കാൾ ശക്തമായ ഒരു ദൈവവചനം മനസ്സിൽ വരുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5:19 അവിടെ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, എന്നാൽ ഈ ലോകം മുഴുവനും ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്ന് നമ്മൾ അറിയുന്നു. എത്രയോ അർത്ഥവത്താണ്. ഈ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്, തിന്മ നിറഞ്ഞൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം തിന്മയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാനായിട്ടുള്ള നയിക്കുന്നതായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ലോകത്തിൽ എന്നുള്ളതാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കറിയാം, ഈ നമ്മുടെ ക്രൈസ്തവ ചെറുപ്പക്കാർക്ക് ഇടയിൽ ചില സംഘടനകളുണ്ട് കത്തോലിക്കരുടെ ഇടയിൽ. IKF എന്ന് പറയുന്ന, പണ്ട് വളരെ സജീവമായിരുന്നു. ഇപ്പോൾ അധികം വലിയ ഇതൊന്നും ഇല്ല. ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ഇപ്പോൾ ഓൾ ഇന്ത്യ കാത്തലിക് യൂണിവേഴ്സിറ്റി ഫെഡറേഷൻ എന്ന് പറഞ്ഞ IKF ആണ്. അതുപോലെ തന്നെ ജീസസ് യൂത്ത് അതിപ്പോഴും സജീവമാണ്. അപ്പോൾ അത് കുറച്ചുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അത് കേരളത്തിൽ, ഇന്ത്യയിലും മാത്രമല്ല വിദേശത്തും ഉണ്ട് ജീസസ് യൂത്ത് എന്ന് പറഞ്ഞത്. കേരളത്തിൽ ആരംഭിച്ചതാണ് അല്ലേ? ഇന്ത്യയിൽ ബോംബെയിലൊക്കെയാണ് ആദ്യം ആരംഭിച്ചത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകൾ, ഈ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ ആയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും അവരുടെ ജീവിതം അതുപോലെ തന്നെ അവരുടെ ഇടപെടലുകൾ, അവരുടെ പെരുമാറ്റം, അവരുടെ സമീപനങ്ങൾ, ഇതൊക്കെ എന്ന് പറയുന്നത് മൂല്യങ്ങൾ, ക്രൈസ്തവ മൂല്യങ്ങൾക്കനുസരിച്ച് ഉള്ളതാണ്. അപ്പോൾ ഇത് കണ്ട് മറ്റാളുകൾ ആകർഷിക്കപ്പെടും എന്നുള്ളതാണ്. സുവിശേഷ മൂല്യങ്ങളുമായിട്ട് ഉള്ള ഒരു പരിചയം അവർക്ക് വരും എന്നുള്ളതാണ്. ശരിയാണ്. കാരണം എനിക്ക് അറിയാവുന്ന ചില ജീസസ് യൂത്ത് ടീമുകളുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് തന്നെ ചില കോളേജുകളിലായിട്ടുള്ള അവർ ചേരികളിൽ സന്ദർശിക്കുന്ന ആളുണ്ട്. ഈ ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഒരു ടീമുകളായിട്ട് എറണാകുളത്തും ഒക്കെ തേവര ഭാഗത്തൊക്കെ ചേരികളുണ്ട്. അപ്പോൾ ചേരി പ്രദേശങ്ങളിലൊക്കെ പോയി അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുക, അവരെ സഹായിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ സഹായിക്കുന്ന ടീമുകളുണ്ട് അവിടെ. അതുപോലെ മാനസികമായിട്ടുള്ള സമതല തെറ്റിയിട്ടുള്ള ആളുകളെ ഈ വഴിയരികിലൊക്കെയുള്ള ഇങ്ങനെ നമ്മുടെ തെരുവോരത്തൊക്കെയുള്ള ആൾക്കാരെയൊക്കെ കൂട്ടി അവരെ കുളിപ്പിച്ച്, അല്ലേ, അവരുടെ മുടിയൊക്കെ വെട്ടി ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ, ഈ ചെറുപ്പക്കാരെന്താ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഇവരൊക്കെ ജോലിയുള്ള ചെറുപ്പക്കാരോ പഠിക്കുന്ന ചെറുപ്പക്കാരോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ എനിക്കറിയാവുന്ന ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ 300-ലധികം ആൾക്കാർ, അന്തേവാസികളായിട്ടുള്ള പാവപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവരായിട്ടുള്ള ആളുകളുള്ള ഒരു സ്ഥാപനത്തിൽ ഇതുപോലെ ഉള്ള ചെറുപ്പക്കാർ മുടി വെട്ടാനായിട്ട് ഒക്കെ, ഷേവ് ചെയ്യാനായിട്ട്, കുളിപ്പിക്കാനൊക്കെ ആയിട്ട് വരുന്ന കേട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇത് കാണുന്ന മറ്റാളുകളെ സംബന്ധിച്ചോളം എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നു, എന്താണ് ഇതിനെ അവർ പ്രേരിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ മുമ്പിലുള്ള ഒരു സജീവമായിട്ടുള്ളൊരു സാക്ഷ്യമാണ് ഈ ജീവിതം വഴിയായിട്ട് കാണുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം അവരിലൂടെ, അവരുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രഘോഷിക്കപ്പെടുകയാണ്. അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എവഞ്ചലൈസേഷനാണ്, ഒരു സാക്ഷ്യമാണ്. അതുപോലെ ചില രാജ്യങ്ങളിൽ, നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്, ഡയറക്റ്റ് എവഞ്ചലൈസേഷന് പോലും പോകുന്നവരുണ്ട്. 1 വർഷവും 2 വർഷവും ഒക്കെ ഈ മറ്റ് രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള കത്തോലിക്കരായിട്ടുള്ള നല്ല പിള്ളേർ അവർ മറ്റ് ദേശങ്ങളിൽ, മിഷൻ പ്രദേശങ്ങളിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ലോകത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന, ക്രൈസ്തവർ ജീവിക്കുന്ന രാജ്യത്ത് ഉത്തമ പൗരന്മാരായിട്ട് ജീവിച്ചുകൊണ്ട്, സിറ്റിസൺസായിട്ട് ജീവിച്ചുകൊണ്ട് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. അതായത് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലൊക്കെ, റോമർക്കെഴുതിയ ലേഖനത്തിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. അതായത് നിയമപരമായിട്ട് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അധികാരികളെ അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ചുകൊണ്ട്
അവിടെ നമുക്ക് നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടിയിട്ടൊക്കെ നിലകൊണ്ടുകൊണ്ടുമൊക്കെ നമ്മൾ യഥാർത്ഥ പൗരന്മാരായിട്ട് ജീവിച്ചുകൊണ്ട് മാതൃകകളായിട്ട് നമുക്ക് ജീവിക്കാം യഥാർത്ഥ. അപ്പം ചില ആളുകളൊക്കെ ടാക്സൊക്കെ വെട്ടിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവിടെയാണ് സത്യവും നീതി എന്നൊക്കെ പറയുന്നൊരു കാര്യം. അതായത് നമ്മളിൽ നിന്ന് ഒരു പൗരൻ്റെ കടമ നിർവഹിച്ചുകൊണ്ടെന്നുള്ളതാണ്. പൗരൻ്റെ കടമ നിർവഹിച്ചുകൊണ്ട് അപ്പോൾ രാജ്യത്തിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും, എൻ്റെ സമൂഹത്തിൽ നിന്ന് എന്ത് കിട്ടും എന്ന് മാത്രം നോക്കാതെ എനിക്ക് എൻ്റെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിൻ്റെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റുകളുടെ ഈ ഇടപെടലിനോടൊത്ത് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ക്രൈസ്തവർക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതേസമയം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് ഗവൺമെൻറ്റുകളുണ്ട്. അതായത് മനുഷ്യരെ അവരുടെ മഹത്വം മനസ്സിലാക്കാതെ തന്നെ സ്വേച്ഛാധിപതികളായിട്ട് ഭരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ മനുഷ്യരുടെ സ്വാതന്ത്ര്യമൊക്കെ ഹനിച്ചുകൊണ്ട് അവരുടെ നന്മ ലക്ഷ്യമാക്കാതെ അവരെയൊക്കെ ഒരുതരം പീഡിപ്പിക്കുന്ന പല രാജ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. യൂറോപ്പിലും അതുപോലെ തന്നെ തെക്കേ അമേരിക്കയിലും ഒക്കെ ഇങ്ങനെയുള്ള ഭരണാധികാരി ഉണ്ടായിരുന്നു. പക്ഷേ ആ അവസരത്തിൽ അവരോട് സഹകരിക്കണമെന്നുള്ളതല്ല. അപ്പോൾ ഇങ്ങനെ ഒപ്രസീവായിട്ടുള്ള മനുഷ്യരെ പീഡിപ്പിക്കുന്ന സംവിധാനങ്ങൾക്ക് സഹകരിക്കാതെയും നമുക്കറിയാം മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരുടെ ആ ഭരണത്തോട് അദ്ദേഹം നിസ്സഹകരിക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സഹകരണ പ്രസ്ഥാനവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഭാരതീയരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കത്തക്ക വിധത്തിലുള്ള സംവിധാനം അവരേർപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനോട് സഹകരിക്കാതെയുണ്ട്. ഇതുതന്നെ നമ്മുടെ ചില രാജ്യങ്ങളിൽ ലോകത്തിലെ ചില രാജ്യങ്ങളിൽ സഭ സഹകരിച്ചില്ലെന്ന് മാത്രമല്ല അതിനെതിരെ ശബ്ദമുയർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പോളണ്ടിൽ അങ്ങനെയാണല്ലോ സംഭവിച്ചത്. പോളണ്ടിലുണ്ട്, അതുപോലെ തന്നെ തെക്കേ അമേരിക്കയിലെ പല രാജ്യങ്ങളിലും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ലിബറേഷൻ തിയോളജി, വിമോചന ദൈവശാസ്ത്രം എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെ, ദൈവശാസ്ത്രത്തിലെ ഒരു ബ്രാഞ്ച് തന്നെ, ഒരു ശാഖ തന്നെ ഉടലെടുത്തത് ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ട അനുഭവം. അതെ, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്, ശബ്ദിക്കാനായിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വാദിക്കാനും പ്രവർത്തിക്കാനും വേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്രൈസ്തവരെന്നുള്ള നിലയിൽ ആണ്. അപ്പോൾ സഭാ നേതൃത്വത്തിനുണ്ട്, വിശ്വാസികൾക്കുമുണ്ടെന്നുള്ളൊരു കാര്യമാണ്. അപ്പം പൗരൻ്റെ ധർമ്മം അത് നമ്മൾ നിർവഹിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും സജീവമായിട്ട് വിശ്വാസികൾ ഇടപെടണം എന്നുള്ളതാണ്. അത് ഏതൊക്കെ രംഗം? സാമൂഹ്യമായിട്ടുള്ള രംഗം, രാഷ്ട്രീയം, അതുപോലെ തന്നെ സാംസ്കാരിക രംഗങ്ങൾ, ഇതിലെല്ലാം വിശ്വാസികൾ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ രംഗത്തും പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയുള്ളവരാണ് പ്രവർത്തിക്കുന്നത്? സുവിശേഷ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് മൂല്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രവർത്തനമാണ് വരുന്നത്. അതാണ് പറഞ്ഞ് വേറിട്ട് നിൽക്കുന്നതെന്ന് പറയുന്ന ഒരു കാര്യമാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ പഴയ കാര്യം പറയുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ പഴയതിനെ മാത്രം മഹത്വവൽക്കരിക്കുകയും പുതിയതിൽ ഇല്ല എന്നുള്ള അർത്ഥത്തിലും അല്ല. പക്ഷേ പഴയ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ക്രൈസ്തവർ കേരളത്തിൽ ഒരുപാട് രംഗത്തിൽ ഒരുപാട് മേഖലയിൽ സഹായിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമുക്കറിയാം അർണോസ് പാതിരിയുടെ സംഭാവന പറയുന്നത്, ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ സംഭാവന ഒക്കെ ഇവരൊക്കെ മിഷണറിമാരായിരുന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംഭാവനകൾ പല മേഖലകളിലുണ്ടായിരുന്നുള്ളതാണ്. ആതുര ശുശ്രൂഷ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, അതെ, പള്ളിക്കൂടങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനം ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതുപോലെ കലാരംഗത്തുണ്ടായിരുന്നു, സാംസ്കാരിക രംഗത്തുണ്ടായിരുന്നു എന്നുള്ള, നല്ല എഴുത്തുകാരുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആ രംഗങ്ങളിലുള്ള ഒരു പ്രവർത്തനം, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക, ഉദാഹരണമായിട്ട് നമ്മുടെ വിമോചന സമരത്തിൽ അത് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വിമോചന രംഗത്ത് കത്തോലിക്കർ മാത്രമല്ല മറ്റ് കത്തോലിക്ക സഭകളും ക്രൈസ്തവ സഭകളും ഈ വിമോചന സമര രംഗത്ത്
സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടിയിട്ട്, മാനുഷിക മൂല്യങ്ങളുടെ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം സഭാസമൂഹത്തിന് അൽമായർക്ക് ഉണ്ടെന്നുള്ളതാണ് സജീവമായിട്ടുള്ള ഇടപെടൽ. ഇന്ന് അച്ഛൻ പറഞ്ഞ പഴയ കാലമൊക്കെ മാറി ഇപ്പോൾ പലപ്പോഴും ഈ മേഖലകളിലൊക്കെ ഒരുപാട് സങ്കുചിത മനോഭാവങ്ങൾ കടന്നു വന്നു കഴിഞ്ഞു. ഉണ്ട്. വർഗീയത എല്ലാ മേഖലകളിലേക്കും കടന്നു വരുന്നു. ഏത് മേഖല എടുത്താലും ഇപ്പോൾ വർഗീയത ഇല്ലാതെ ഉള്ള വഴികളൊന്നുമില്ല. അതൊരു അപകടം പിടിച്ച ഒരു 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 ഇതാണ്. പണ്ട് അങ്ങനത്തെ ഒരു ചിന്തയില്ല. മനുഷ്യർ ഇപ്പം മതം എൻ്റെ വിശ്വാസം ഓരോരുത്തരും അവനവൻ്റെ വിശ്വാസം കാത്തുപാലിക്കുകയും മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അതൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിലേക്ക് ആരും ഒന്നും ഇടപെടുന്നില്ല. പക്ഷേ സഹകരിക്കാൻ പറ്റുന്നിടത്തൊക്കെ സഹകരിക്കും. പക്ഷേ എനിക്ക് മാത്രം, എൻ്റെ മതത്തിന് മാത്രം, എൻ്റെ സമുദായത്തിന് മാത്രം എന്നുള്ളൊരു ചിന്ത ആരംഭത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും പറയുന്ന വെച്ചാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും വർഗീയത വരുന്ന ഒരു അവസ്ഥ എന്തുമാത്രം അധപ്പതിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. മനുഷ്യൻ്റെ ഓർക്കണം, 10, 200, 100 കൊല്ലം 300 കൊല്ലം മുമ്പൊന്നും ഇല്ലാത്ത ഒരു ഇതിലേക്ക് നമ്മൾ ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക്, മനുഷ്യൻ്റെ ബുദ്ധിയിലേക്ക് വെളിച്ചം വീഴാത്ത ഒരു കാലഘട്ടത്തിലേക്ക്, ഇതുപോലെയുള്ള അന്ന് ബുദ്ധിയില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വിശാലമായിട്ട് ചിന്തിക്കാത്ത ഒരു 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 കാലഘട്ടത്തിലേക്ക് നമ്മൾ വീണ്ടും വെളിച്ചം വന്നു കഴിഞ്ഞിട്ടും പോവുകയാണെന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യനെ എല്ലാ സഹോദരങ്ങളെന്നുള്ള നിലയിൽ മനുഷ്യ സമൂഹത്തെ കാണാനായിട്ട് സാധിക്കാത്ത ഒരു ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും എന്ന് വെച്ചാൽ വ്യക്തികൾക്ക് ഞാനാകുന്ന വ്യക്തിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് മറ്റുള്ളവർ പറയുന്ന ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള അവസ്ഥയിലേക്ക് കടന്നു വരിക. ഒരുതരം ഒരു സമ്മർദ്ദത്തിലേക്കാണ്, ഒരു മനുഷ്യനൊരു സമ്മർദ്ദത്തിലേക്ക് വരികയാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിലേക്ക് വരുന്നത് നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അത് വാസ്തവത്തിൽ ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നൊരു കാര്യമെന്ന് മാത്രമേ ഉള്ളൂ. വേർതിരിവ് എല്ലാ മേഖലകളിലും വന്നു കഴിഞ്ഞു. എഴുത്തുകാരുടെ മതം നോക്കിയിട്ട്, എഴുത്തുകാരുടെ രാഷ്ട്രീയം നോക്കിയിട്ട്, ഇതൊക്കെയാണ് വാസ്തവത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേത് എഴുത്തുകാർക്ക് രാഷ്ട്രീയം ഇല്ലായിരുന്നു. എഴുത്തുകാർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ശരി, അത് അങ്ങനെ പ്രകടമായിട്ട് അങ്ങനെ പ്രകടിപ്പിക്കുന്ന അറിയുന്ന തരത്തിലുള്ളതൊന്നുമല്ല. അവർക്കൊക്കെ ഒരു മാനവികതയുണ്ടായിരുന്നു. മനുഷ്യവംശം, മനുഷ്യരാശിയുടെ വളർച്ച എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് ചാനലുകൾ നോക്കിക്കേ, പത്രങ്ങൾ നോക്കിക്കേ എന്നുള്ളതാണ്. നമുക്കിപ്പോഴൊരു കൃത്യമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാം ഇൻ്റർപ്രട്ടേഷൻസാണ്, നടന്ന സംഭവത്തിൻ്റെ ഇൻ്റർപ്രട്ടേഷൻസാണ് നമുക്ക് കിട്ടുന്നത്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ അതിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഈ സംഭവത്തെ എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഇൻ്റർപ്രട്ടേഷൻസോടുകൂടിയാണ് നമുക്ക് ലഭിക്കുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിൽ നമ്മുടെ മാനവിക മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ, ക്രൈസ്തവ മൂല്യങ്ങൾ, ക്രൈസ്തവ മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം സത്യവും നീതിയും വിശുദ്ധിയും സാഹോദര്യവും ഒക്കെ ഉൾപ്പെടുന്ന ഇതാണ്. അപ്പോൾ ആരെയും മാറ്റി നിർത്തിക്കൊണ്ടൊന്നുമല്ല, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീക്ഷണമാണ് ക്രൈസ്തവ വീക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അതിന് തയ്യാറായിട്ടുള്ള സാധിക്കുന്ന വിധത്തിൽ പണ്ടത്തേതുപോലെയുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണങ്ങൾ പലത് കാണും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊളിറ്റിക്സിലുള്ള രാഷ്ട്രീയം. ഇന്നിപ്പോൾ കൂടുതൽ മലീമസമായിക്കൊണ്ടിരിക്കുക. രാഷ്ട്രീയത്തിൽ ഉള്ള ഇടപെടൽ, നമ്മൾ ഈ സഭയും രാഷ്ട്രീയവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ സഭയുടെ രംഗത്ത് സഭ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. അതൊക്കെ ഇപ്പം വന്നതൊന്നുമല്ല, അത് പണ്ട് മുതലേ ഇങ്ങനെയുള്ള അത് ആര് കൊണ്ടുവരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വേച്ഛാധിപതമായിട്ടുള്ള ആളുകൾ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമാണത്. സഭയുടെ രംഗത്തേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുക. അപ്പോൾ രാഷ്ട്രീയത്തിൽ സഭ ഇടപെടണ്ട എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതേക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം, രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കക്ഷി രാഷ്ട്രീയമാണെന്നുള്ള ഒരു ധാരണ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയത്തിൽ സഭ ഇടപെടണ്ട, ശരിയാണ്, അത് ശരിയാണ്. കക്ഷി രാഷ്ട്രീയത്തിൽ സഭയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് ഒരാഭിമുഖ്യം ആവശ്യമില്ല. അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്, പൊളിറ്റിക്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആ വാക്ക് ലത്തീനിൽ ഉള്ള ഗ്രീക്കിൽ പോലീസ് എന്നുള്ള വാക്കിൽ നിന്നാണ്. POLIS, പോലീസ്. ഗ്രീക്കിൽ പോലീസ് എന്ന് പറയുന്നത് സിറ്റിയാണ്. സിറ്റി സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. അതായത് ഒരു രാഷ്ട്രത്തെ, ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് രാഷ്ട്രീയമെന്ന് പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ ഉന്നതിയായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് സിറ്റി സ്റ്റേറ്റിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ വിദ്യാഭ്യാസമുണ്ട്, മനുഷ്യൻ്റെ വിശ്വാസമുണ്ട്, അവൻ്റെ ആരോഗ്യമുണ്ട്, അവൻ്റെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും സമഗ്രമായിട്ടുള്ള വളർച്ച ഇതാണ്. അതായത് ഒരു സിറ്റി സ്റ്റേറ്റിലുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, അതിലുള്ള വളർച്ച, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് എങ്ങനെ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളോട് പറയാനായിട്ട് സാധിക്കാം. ഒരു മതത്തിൽ വിശ്വസിക്കുന്ന, ഒരു വിശ്വാസമുള്ള ആൾ ഈ സ്റ്റേറ്റിൻ്റെ അംഗമാണെന്ന് വിചാരിക്കണം. ഒരു രാജ്യത്തിൻ്റെ പൗരനൂടെയാണ്. അപ്പോൾ ആ രാജ്യത്തിനെ സംബന്ധിക്കുന്നുള്ള, അതിൻ്റെ വളർച്ചയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇടപെടുക എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ ധർമ്മവും ഒരു പൗരൻ്റെ അവകാശവുമാണ്. അതുകൊണ്ട് സഭ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്ന ആളുകൾക്ക് കക്ഷി രാഷ്ട്രീയമാണ് അവരുടെ മനസ്സിലെങ്കിൽ ആ പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അല്ല, അവർ ചിന്തിക്കുന്നത് അവരാണ് ഇത് മുഴുവനും നിയന്ത്രിക്കേണ്ടതെന്നും എല്ലാം രാഷ്ട്രത്തിൻ്റെ എല്ലാ നന്മകളും അവർക്ക് മാത്രമേ പറ്റൂ, അങ്ങനെയുള്ള ഞങ്ങളാകുന്ന ആ കക്ഷിക്ക് മാത്രമേ ഇതെല്ലാം ഭംഗിയായി കൊണ്ടുനടക്കുക, അങ്ങനെയുള്ളൊരു ചിന്ത തലയ്ക്ക് പിടിച്ചിട്ടാണ് ഇതുണ്ടാകുന്നത്. അത് സ്വേച്ഛാധിപത്യം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സ്വന്തം ഇഷ്ടം അനുസരിച്ച് മറ്റാരും ഇതിൻ്റെ അകത്തൊന്നും ഇടപെടണ്ട എന്നുള്ളൊരു കാര്യമാണ്. അതായത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ, നമ്മളിന്ന് ശരിക്കും ചിന്തിക്കേണ്ട, നമ്മൾ നടക്കുന്നത് എന്താണ്? മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ സുഹൃത്തിൽ പൊളിറ്റിക്സ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ? ഇല്ല. അതായത് സ്വന്തം പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നേതാക്കന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടിയിട്ടുള്ള, അവരുടെ പാർട്ടിക്കാർക്കും വേണ്ടി. ഏത് പാർട്ടിയിൽ തന്നെ അതെ, അത് ഒരു പാർട്ടിയെ നമുക്ക് പറയാൻ പറ്റില്ല, മിക്കവാറും എല്ലാ പാർട്ടികളും തന്നെ എന്ന് പറയുന്ന. ഇവന് മനുഷ്യർക്ക് വേണ്ടിയിട്ടൊന്നും പറഞ്ഞുകൊണ്ട് പുതിയതായിട്ടൊക്കെ ആരംഭിച്ച 8-10 കൊല്ലം 5-8 കൊല്ലമായിട്ടൊക്കെ തുടങ്ങിയിട്ടുള്ള 8-10 കൊല്ലത്തിനുള്ളിൽ ആരംഭിച്ച ദേശീയ പാർട്ടികളും ഒക്കെ പ്രാദേശിക പാർട്ടികളും ഒക്കെ ഉണ്ടല്ലോ. അവരെ നമുക്കറിയാം, കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും അവരും കറപ്റ്റായി. കേൾക്കുമ്പോഴൊക്കെ വലിയ ഒരു സ്ലോഗനുമൊക്കെ അവർക്കുണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞു വരിക, നമ്മൾ കാണുന്ന, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന, രാഷ്ട്രീയം എന്ന് പറയുന്നത്, അത് പാർട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും, പാർട്ടികളുടെ നന്മയെന്ന് പറയുമ്പോഴത്തേക്കും പാർട്ടി വളരുന്നു. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഏത് പാർട്ടിയാണ് വളരാത്തെന്ന് ഓർക്കണം. അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. കൂടുതൽ നേതാക്കന്മാർ കുടുംബം വികസിക്കുന്നു. അതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്കും വന്ന് നോക്കുക. ഇന്നിപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുടെ ശമ്പളം എത്രയാണെന്നുള്ളത് നമുക്ക് ഏതാണ്ട് സാധാരണ മനുഷ്യർക്ക് പോലും ഇന്ന് അറിയാം. ഒരു അധ്യാപകൻ്റെ ശമ്പളം, അത് LP സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകൻ്റെ ശമ്പളം, കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ ശമ്പളം, ഇങ്ങനെ ഓട്ടോറിക്ഷ തൊഴിലാളിക്കൊരു സാധാരണഗതിയിൽ ഒരു ദിവസം കിട്ടാനുള്ളത്, ഇങ്ങനെയുള്ള ഒരുത്തിൻ്റെ വരുമാനത്തെക്കുറിച്ച്, ഒരാളുടെ വരുമാനത്തെക്കുറിച്ച് അതൊക്കെ നമുക്ക് ബോധ്യമുണ്ട്. പക്ഷേ നമ്മളെ രാഷ്ട്രീയക്കാർ അവരുടെ സാമ്പത്തിക സ്രോതസ്സ് നമ്മൾ നോക്കണം. അവരുടെ സാമ്പത്തികമായിട്ടുള്ള നില എന്താണെന്നുള്ളതാണ്. അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആരാണ് വളരുന്നത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരിക, എന്നിട്ട് അപ്പോൾ അവർ വളരുന്നു എന്നുള്ളതാണ്.
ഓരോ ജീവിതവും ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് കണ്ടു. നല്ല മനോഹരമായിട്ടുള്ള നല്ല ഭാഷയിലാണ് പറയണത്. എന്തോ എല്ലാവരുടെയും ജീവിതം ഒരു ഫയലിലാണ്, പക്ഷെ അതിപ്പോൾ ചുവപ്പ് നാടയിലാണെന്ന് അല്ല, എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത് ഫയലിൽ ഒതുങ്ങി നിൽക്കുകയാണ്, ഫയലിൽ കിടക്കുകയാണ്, കുരുങ്ങിക്കിടക്കുന്ന ഒരു ജീവിതമാണ് നമ്മൾ. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ഉദ്ദേശിച്ചല്ല പറയുന്നൊരു കാര്യം എന്നുള്ളത്. ഈ അതായത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നഷ്ടപ്പെടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈവിലങ്ങുകളാണെന്ന് പറയുന്ന ഒരു സംവിധാനം. എന്നിട്ട് കൈവിലങ്ങ് എല്ലാം അഴിഞ്ഞു വീണോ? എത്രയോ വർഷങ്ങളായി, എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഭരിച്ചിരുന്ന രാജ്യങ്ങൾ, ഈ നിയമസംഹിത, ഈ തത്വസംഹിത അനുസരിച്ച് ഭരിച്ചിരുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് പണ്ട് കൈയായിരുന്നു കൂട്ടിക്കെട്ടിയിരുന്നത് എന്ന് വരുമ്പോൾ ഇപ്പം കൈയും കാലും ഒക്കെ കൂട്ടിക്കെട്ടി മനുഷ്യനെ വീർപ്പ് മുട്ടിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമയച്ചാൽ നമുക്ക് ഈ ചിന്തകൾ അടുത്ത എപ്പിസോഡിൽ തുടരാവുന്നതാണ്. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ഈ സമയമൊക്കെയും അൽമായരായ മനുഷ്യർക്ക് ഈ ലോകത്തിൽ ആയിരിക്കുകയും ലോകത്തെ പുളിമാവ് പോലെ എങ്ങനെയാണ് വിശദീകരിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ആരംഭിച്ചതാണ്. നമ്മൾ ആ ചിന്തകൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ തുടരുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന ദിവസം നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.